അവർ അനുഭവിക്കുന്ന വലിയ പ്രയാസം കഠിനമായ ചില ജോലികൾ ഏൽപ്പിക്കുന്നു എന്നാണ്. എന്നാൽ ഏൽപ്പിച്ച ജോലികളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തി അതിനെ കുറ്റം പറയുന്നു. അയൽവാസികളോടും കുടുംബക്കാരോടൊക്കെ ഇവരുടെ പ്രശ്നങ്ങൾ പറയാണ്. അപ്പോൾ ജീവിതത്തിൽ വലിയ കുറ്റബോധത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഒരു സമാധാനമുള്ള ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം ഇവിടെ ഈ അബ്ദുറഹ്മാൻ്റെ ഇൻട്രോഡക്ഷനിൽ പറഞ്ഞ അങ്ങനത്തെ ഒരു അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ചില ഉമ്മമാരൊക്കെ ഞാൻ അവൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അങ്ങനെ സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്, അയൽപ്പക്കത്തെ ആൾ പിന്നെ ചെയ്യണ പോലെ ചെയ്യണില്ല എന്നൊക്കെ ചിലപ്പോൾ പറയുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മുടെ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടി അവൾ നമ്മളുടെ കൂടെ ജീവിക്കുമ്പോൾ അവൾക്ക് പുതിയ കാലത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാലത്തെ കുട്ടികളുടെ പുതിയ ജനറേഷൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ കാണാതിരുന്നു കൂടാ. പഴയ കാലത്തെ സ്ത്രീകളും ഉമ്മമാരെന്നൊക്കെ പറയുന്നത് അവർ പറമ്പിൽ പോയി വിറക് കൊണ്ടുവരും, ആ വിറക് കൊണ്ടുവന്നത് കൊത്തിമുറിക്കും, അതിൽ തന്നെ ചിലത് പൊളിക്കും, എന്നിട്ട് അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയ വിറക് വരകളിൽ അത് ശേഖരിക്കും, എന്നിട്ട് അവിടുന്ന് ആ വിറക് എടുക്കാനൊരു ഓർഡർ ഉണ്ടാവും, ആദ്യം വെച്ചത് ചതിൽ വരാൻ സാധ്യതയുള്ളത്, ഇങ്ങനെയൊക്കെ ഒരു ഹൈറാർക്കി ഒരു ക്രമമൊക്കെ പഴയ അമ്മമാർക്ക് ഉണ്ടാവും. അതൊക്കെ അനുസരിച്ച് പോണവരായിരിക്കും. അത് കൊണ്ടുവരും, അത് ഈ അടുക്കളയിൽ അടുപ്പിൻ്റെ താഴെയുള്ളൊരു സ്ഥലമുണ്ടല്ലോ അതവിടെ വെക്കും, എന്നിട്ട് അതിന് ഇത്ര എണ്ണം ഓലക്കൊടി എടുക്കും, ഇത്ര എണ്ണം കമ്പെടുക്കും, അത് വെക്കും, അതിന് ഓടക്കോയിലുണ്ടാവും, അത് വെച്ച് അത് ഊതി കത്തിക്കും, എന്നിട്ട് അതിന് പുക വരും, ചുമക്കും. അതൊക്കെ ശീലിച്ചവരും കണ്ടവരുമാണ്. ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ജനിച്ച് വീണത് തന്നെ ഗ്യാസിൻ്റെയും സ്റ്റൗവിൻ്റെ ഒക്കെ മധ്യത്തിലേക്കാണ്. ഒക്കെ പിന്നെ എല്ലാതും പൊടിച്ച് വെച്ചത് പാക്കെന്ന് ഇങ്ങനെ പൊട്ടിച്ചിടുന്ന ഒരു രീതിക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കുട്ടികളുടെ പ്രതികരണത്തിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുക എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവിടെ എന്തൊക്കെയാണെങ്കിലും മാനസികമായ വിഷമം, വേദന, സങ്കടം, ദുഃഖം നമ്മൾ കാരണം ഒരാൾക്ക് ഉണ്ടായിക്കൂടാ, ഒരാളെ കണ്ണീര് കുടിപ്പിച്ചുകൂടാ. ഇതൊരു അടിസ്ഥാനമാണ്. ഇല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന നമ്മളെ പരലോകമാണ്. നമ്മൾ എത്ര നേരം ഖുർആൻ ഓതി, എത്ര നേരം നമ്മൾ പിന്നെ ദിക്ർ ചൊല്ലി, എത്ര ജുസ് തീർത്തു, നല്ല വിഷയം. ഞാൻ ഒന്ന് രണ്ട് ഹദീസുകൾ പറയാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ലൈസൽ മുഅ്മിനു ബിത്തആനി വലൽ ലആനി വലൽ ഫാഹിഷി വലൽ ബദീ. ഒരു വിശ്വാസി ഒരിക്കലും കുത്തി പറയുന്ന ആളല്ല, അതുപോലെ തന്നെ ശപിച്ച് പറയുന്ന ആളല്ല, അതുപോലെ തന്നെ തെമ്മാടിത്തം പറയുന്ന ആളുമല്ല. ഇതൊന്നും ഒരു വിശ്വാസിയുടെ സ്വഭാവമല്ല. അയൽപ്പക്കത്തെ കുഞ്ഞാളു, അയൽപ്പക്കത്തെ മാളുട്ടി, അയൽപ്പക്കത്തെ ഫാത്തിമക്കുട്ടി, അവളെത്ര വേഗമാണ് അടിച്ചു വരിക. ഈ പെണ്ണത് ഊര കൊളത്തി, കാലുമുട്ട് വേദന ഇളകി, ഈ കൈപ്പലിൻ്റെ ഇവിടെ മലപ്പുറം ഭാഷ പറഞ്ഞാൽ തോളലിൻ്റെ ഇവിടെ വേദനയായി, അവൾ ഉന്തി തിരക്കി പൂർത്തീകരിച്ച് വരുമ്പോഴായിരിക്കും. എന്നാൽ ചില ആളുകൾ അതൊന്നും ചെയ്യില്ല. ചില ആളുകൾ മരുമക്കൾ കഴുകിയ പാത്രം ഒന്നും കൂടി എടുത്ത് കഴുകും, അവർ അടിച്ച സ്ഥലം ഒന്നും കൂടി അടിച്ചു വരും, അവർ തുടച്ച സ്ഥലം ഒന്നുകൂടി. അത് ശരിക്കും ഒരു നെഞ്ചിൽ കൂടെ ഒരു കത്തി കയറ്റണതിന് തുല്യമാണ്. അവരുടെ അപ്പോഴത്തെ ഒരു ശാരീരികാവസ്ഥ വെച്ചൊക്കെ അവരത്ര ചെയ്തിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ പഠിക്കാൻ പോകുന്നിടത്തേക്ക് പോകാൻ വേണ്ടി ധൃതി കൂട്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. എൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു മിസ്സിങ് വരുമ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ പറയും. മക്കളോട് പറയാം, എൻ്റെ അമ്മാനോട് പറഞ്ഞോ വേണ്ടി എന്നിട്ട് പറയും. ഇതൊക്കെ എന്ന് പറയുന്നത് പരലോകം നമ്മുടെ പരിപാടിയാണ്. സത്യസന്ധമായി ഉള്ളത് തന്നെ ഈ കാരണം. ഈ കുറവുകളൊക്കെ ഉണ്ടാകും. ഈ കുറവുകളെക്കുറിച്ച് മിണ്ടാൻ പാടില്ല. ഈ രീതിയിൽ എന്നാൽ നേരെ നിൽക്ക് സ്വസ്ഥമായി സമാധാനപൂർവ്വം പറഞ്ഞു കൊടുക്കുന്നതിനൊക്കെ മോളെ ഇന്ന് ഉമ്മാൻ്റെ കുട്ടി പോയ സമയത്ത് ആ കാലം കഴുകിയത് ശരിയായിട്ടില്ലല്ലോ, ഉമ്മാൻ്റെ കുട്ടി തിരക്കിൽ ചെയ്തതായിരിക്കുമല്ലേ എന്ന് ചോദിച്ചാൽ അമ്മായിമാൻ്റെ പിന്നിൽ ഇങ്ങനെ വാലാട്ടി ഇങ്ങനെ നടക്കണേ ആ പൂച്ചക്കുട്ടിയായിട്ട് എന്ത് ചെയ്യും, മരുമോൾ മാറും, ഒരു സംശയമില്ല. പക്ഷേ ഈ വേ ഓഫ് കോൺവെർസേഷൻ, ഈ സംഭാഷണത്തിൻ്റെ ശൈലി, കുത്തിപ്പറയുന്ന രീതി, കാരംസുമാരി ഇവിടെ അടിക്കുക എന്നിട്ട് അപ്പുറത്ത് കണ്ടിടുക, ഈ ശൈലി ആണ് മിക്കവാറും വീടുകളിലൊക്കെ ഉള്ള പ്രശ്നം. ഈ സംഭാഷണ ശൈലി വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുക.